അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്യൂർലി ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു വാചകം നമ്മളോട് എന്ത് ചെയ്യുക? ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. ഇത് ഈ ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മളുടെ നിലവിലുണ്ടായിരുന്നൊരു കാഴ്ചപ്പാട് ഇല്ലാണ്ടായി പോവുകയും ഈ പോസിറ്റീവായിട്ട് പറയുന്ന കാഴ്ചപ്പാട് എന്താണോ അത് അതിൻ്റെ സ്ഥാനത്ത് കയറി വരികയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സെയിം സാഹചര്യം ഉണ്ടാകുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ് ശരിക്കും എന്ന് വെച്ചാൽ അഫർമേഷൻ കൊണ്ട് സംഭവിക്കുന്നതും വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. എങ്ങനെ നമുക്കിത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ ഉപയോഗിക്കാം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ ഒരു അഫർമേഷൻ എല്ലായ്പ്പോഴും ആവർത്തിച്ച് ഇയാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇയാളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. ഇതാണ് ഒരു അഫർമേഷൻ. ഇതിനെ വേറൊരു രീതിയിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മയുള്ളിടത്തോളം കാലം ഞാനതങ്ങ് പോയിട്ട് ചെയ്യും. ഇവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല. ഞാൻ എന്ത് വിചാരിക്കും എന്ന് മാത്രമാണ് പ്രധാനപ്പെട്ടത്.